പിന്നെ അവർ കുറച്ച് സ്നേഹമായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഓടിച്ചെന്ന് അയ്യോ എനിക്കിത് ധാരാളം മതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാവും. കുറച്ച് ദിവസം ഗ്യാപ്പ് എടുക്കുമ്പോഴത്തേക്ക് ഇച്ചിരി സ്നേഹം അവർ തരുമ്പോഴത്തേക്ക് നമ്മൾ ഓടിച്ചെന്ന് അതിന് എന്താ പറയുക അത്രയ്ക്ക് നമ്മൾ അടിമപ്പെട്ടു പോകും. നിങ്ങൾക്ക് മെമ്മറി ഇഷ്യൂസ് ഉണ്ടാവും. ചെറിയ ചെറിയ കാര്യങ്ങൾ, പേര്, ഡേറ്റ്, എന്തെങ്കിലുമൊക്കെ സാധനം എടുക്കാൻ പോയാൽ മറന്നു പോവുക, ഇങ്ങനെയുള്ള ഒരുപാട് മെമ്മറി ഇഷ്യൂസ് നിങ്ങൾ ബാധിച്ചിട്ടുണ്ടാവും. നമ്മളെ അവോയ്ഡ് ചെയ്യുന്ന ആളുകളെ എങ്ങനെ ഡീൽ ചെയ്യണം? നമ്മളെ അവോയ്ഡ് ചെയ്യുന്ന ആളുകളെ നമ്മൾ ഇന്നലെ അവോയ്ഡ് ചെയ്യണം. അതാണ് ഒരു ആറ്റിറ്റ്യൂഡ്. ചില ആളുകളുണ്ട് നമ്മുടെ കൂടെ തന്നെ നടന്നിട്ട് നമ്മളെ അവോയ്ഡ് ചെയ്ത് നമ്മൾ ഒന്നുമല്ലാത്തവരായിട്ട് മാറ്റുന്ന പോലത്തുള്ള ഒരു പെരുമാറ്റം അല്ലെ. അങ്ങനെയുള്ള ആളുകളെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നാണ് പറഞ്ഞു തരുന്നത്. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ അനുഷ. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സൈക്കോളജിക്കൽ അഡ്വൈസസും അതേപോലെ നിങ്ങളെ ഇപ്പോൾ ഉള്ള ഒരു അവസ്ഥയിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഡോക്ടറാണ്. അപ്പൊ ഇപ്പൊ പറഞ്ഞു വരുന്നത് അവഗണനയോട് കൂടിയിട്ട്, പുച്ഛത്തോട് കൂടിയിട്ട് നമ്മളോട് പെരുമാറുന്ന ആളുകളുടെ അടുത്ത് എങ്ങനെ നമ്മൾ നിൽക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇത് ഇവരുടെ ടാക്ടിക്സ് ആണെന്ന് മനസ്സിലാക്കുക. സൈക്കോളജിക്കൽ കൺട്രോളിന് വേണ്ടിയിട്ട്, ഇമോഷണൽ കൺട്രോളിന് വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു അവഗണന. അപ്പൊ ഇങ്ങനെ അവഗണിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇവരെ നമ്മൾ ഇന്നലെ അവഗണിക്കുക എന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക. നമ്മളെപ്പോഴും ഒരാൾ നമ്മൾ അവഗണിക്കുമ്പോൾ എന്താ ചെയ്യുക? അയ്യോ അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ മിണ്ടാതെ നടക്കുന്നത്, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ, അവരെന്തെങ്കിലും കാരണത്തിൽ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് പോകും അല്ലേ. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും ഞാൻ ഇന്ന വാക്ക് ഉപയോഗിച്ചത് ഇഷ്ടപ്പെട്ടില്ലേ, ഞാൻ ഇന്ന ഡ്രസ്സ് ധരിച്ചത് ഇഷ്ടപ്പെട്ടില്ലേ, ഇന്ന കളർ ധരിച്ചത് ഇഷ്ടപ്പെട്ടില്ലേ, ഇന്ന ആളോട് സംസാരിച്ചത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ലേ. ഇങ്ങനെയുള്ള ഓവർ തിങ്ക് ചെയ്ത് നമ്മൾ എന്താ പറയുക 24/7 ഇവരെ കുറിച്ചിട്ടാണ് ചിന്തിച്ചു തുടങ്ങുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കണം എന്നുള്ള ഉദ്ദേശം കൊണ്ട് തന്നെയാണ് ഇവർ നമ്മളെ അവഗണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അവഗണിക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഇവരെ കുറിച്ച് ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക, നമ്മുടെ ഫോക്കസ് ഇവരിലേക്ക് കൊടുക്കാതിരിക്കുക. അങ്ങനെ നമ്മുടെ ഫോക്കസ് 24 മണിക്കൂർ അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ഇടയ്ക്ക് സ്നേഹം തരും, പിന്നെ അവഗണിക്കുക, ഇടയ്ക്ക് സ്നേഹം തരും, അവഗണിക്കുക, ഇങ്ങനെയുള്ള ഒരു പാറ്റേണിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരുടെ സ്ട്രാറ്റജിയിൽ വീണു പോകാതെ, അവരെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്യാതെ, അവരിലേക്ക് ഫോക്കസ് ചെയ്യാതെ നമ്മൾ നമ്മളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. അവരിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ എനർജി ഡ്രെയിൻ ആയിട്ട് പോകും. നമ്മൾ ഫുൾ ടൈം അവരെ കുറിച്ചിട്ടാണ് ചിന്തിക്കുന്നത്. നമ്മുടെ കാര്യങ്ങളിലൊന്നും നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല, നമ്മുടെ ഗോൾസിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല, നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലേക്കൊന്നും ഫോക്കസ് ചെയ്യുന്നില്ല. നമ്മൾ 24 മണിക്കൂർ അവരെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുവഴി നമ്മുടെ എനർജിയാണ് ഡ്രെയിൻ ആവുന്നത്. ആ ഒരു എനർജി ഡ്രെയിൻ ആക്കുക, അവരെക്കുറിച്ച് ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ അവരിലേക്ക് ഫോക്കസ് വരാൻ വേണ്ടിയിട്ട്, അതേപോലെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇവർ ഈ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ കാര്യം ബൗണ്ടറി സെറ്റ് ചെയ്യുക. നമ്മൾ അവരുടെ അടുത്ത് മിനിമം ആയിട്ട് സംസാരിക്കുക, ഓവർ എക്സ്പ്ലെയിൻ ചെയ്ത് പോവാതിരിക്കുക. നമുക്കൊരു ശീലമുണ്ട്, ആരെങ്കിലുമൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടാണോ, ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടാണോ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് പോയി ഓവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കും. ഞാൻ അത് ഉദ്ദേശിച്ചിട്ടല്ല അങ്ങനെ ചെയ്തത്, അവരോട് മിണ്ടിയത് അങ്ങനെയല്ല, ഇതുപോലെയുള്ള ഓവർ എക്സ്പ്ലനേഷൻ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. സ്വാഭാവികമാണ്. നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ നമ്മൾ അവഗണിക്കുമ്പോൾ നമ്മൾ ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് അവരെ നമ്മുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ സാധാരണ ഒരു സൈക്കോളജിക്കൽ പ്രോസസ്സ് തന്നെയാണ് അത്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഓവർ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം അവരുടെ അടുത്തില്ല. നിങ്ങളെല്ലാം മിസ്റ്റേക്ക് ചെയ്തിട്ടുള്ളത്, ഇത് പ്യുവർലി അവരുടെ മിസ്റ്റേക്കാണ്. അവർ നിങ്ങളെ അറിഞ്ഞുകൊണ്ട് വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഈ അവഗണന. അതുകൊണ്ട് നിങ്ങൾ ഓവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അവരുടെ അടുത്തേക്ക് പോകരുത്. നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുക, വളരെ മിനിമമായിട്ട് സംസാരിക്കുക, ഓവർ എക്സ്പ്ലെയിൻ ചെയ്യാതെ ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് വളരെ മിനിമം വേർഡ്സ് ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ കൺവേ ചെയ്യുക, അത്ര മാത്രം ചെയ്യുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഓവർ തിങ്ക് പറഞ്ഞു, നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു, പിന്നെ അവർ കുറച്ച് സ്നേഹമായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഓടിച്ചെന്ന് അയ്യോ എനിക്കിത് ധാരാളം മതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാവും. കുറച്ച് ദിവസം ഗ്യാപ്പ് എടുക്കുമ്പോഴത്തേക്ക് ഇച്ചിരി സ്നേഹം അവർ തരുമ്പോഴത്തേക്ക് നമ്മൾ ഓടിച്ചെന്ന് അതിന് എന്താ പറയുക അത്രയ്ക്ക് നമ്മൾ അടിമപ്പെട്ടു പോകും. അങ്ങനെയുള്ള ഒരു പാറ്റേൺ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ കുറച്ചു നേരം സ്നേഹം, കുറച്ചു നേരം അവഗണന, ഈ ഒരു പാറ്റേണിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ ഒരു പാറ്റേണിനോട് അഡിക്ഷൻ വരും. കുറച്ച് സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവരുടെ പിറകെ ഇങ്ങനെ പോകാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തരുന്ന ഈ ബിസ്ക്കറ്റ് കഷ്ണങ്ങളുടെ പിറകെ പോകാതിരിക്കുക. അവർ പിന്നീട് സ്നേഹത്തോടെ പെരുമാറുമ്പോൾ നമ്മൾ മനസ്സിലൊരു കാര്യം വെക്കണം, ഇവർ അടുത്തതിനെ അവഗണിക്കും, അല്ലെങ്കിൽ കുഞ്ഞു കാര്യം കിട്ടുമ്പോൾ ഇതേപോലെ നമ്മളെ വിഷമിപ്പിക്കും. അതുകൊണ്ട് നമ്മൾ അവർ ഇച്ചിരി സ്നേഹം തരുമ്പോൾ അത് ഓവറായിട്ട് അതിൽ മെൽട്ടാവാതെ അതും ഒരു ബൗണ്ടറി വെച്ചിട്ട് സ്വീകരിക്കുക, കാര്യങ്ങൾ സംസാരിക്കുക, അതിൽ സന്തോഷം പ്രകടിപ്പിക്കുക. ഓവറായിട്ട് എക്സാജറേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഫീലിങ്സ് അവരുടെ അടുത്ത് പ്രകടിപ്പിക്കാതിരിക്കുക. അതേപോലെ അവഗണിക്കുമ്പോഴും ദേഷ്യത്തോടെ അവരുടെ അടുത്ത് പ്രതികരിക്കാതിരിക്കുക. പൊട്ടിത്തെറിച്ച് എന്തുകൊണ്ട് നിങ്ങൾ എന്നെ പിറകെ നടത്തിക്കുന്നു, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിക്കാതിരിക്കുക. ഇവിടെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് അവരുടെ സ്ട്രാറ്റജിയാണ്. അതിനേക്കാൾ മികച്ചൊരു സ്ട്രാറ്റജി നമ്മൾ അങ്ങോട്ട് ഇറക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഇറക്കിയാൽ മാത്രമേ
നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി സേവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും വർഷം ഇങ്ങനെ അവഗണിച്ച ആളുകളുടെ പിറകെ പോയി പോയി നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്വം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഓവർ തിങ്ക് ചെയ്യുന്ന ആളായിട്ട് നിങ്ങൾ മാറിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആങ്സൈറ്റി വന്നിട്ടുണ്ടാവും. അതേപോലെ നിങ്ങൾ പല കാര്യങ്ങളിലും ഫോക്കസ് മാറിയിട്ട് ഈ വ്യക്തികളിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് മെമ്മറി ഇഷ്യൂസ് ഉണ്ടാവും. ചെറിയ ചെറിയ കാര്യങ്ങൾ, പേര്, ഡേറ്റ്, എന്തെങ്കിലുമൊക്കെ സാധനം എടുക്കാൻ പോയാൽ മറന്നു പോവുക, ഇങ്ങനെയുള്ള ഒരുപാട് മെമ്മറി ഇഷ്യൂസ് നിങ്ങളെ ബാധിച്ചിട്ടുണ്ടാവും. നിങ്ങൾ വിചാരിക്കും പ്രായമായെന്ന്. ആക്ച്വലി പ്രായമല്ല, ഇതൊരു തരം സ്ട്രെസ് കൊണ്ടിട്ടുള്ള ഒരു മെമ്മറി ഇഷ്യൂസ് ആണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുള്ളത് ഇതുപോലെയുള്ള ആളുകളുടെ കൂടെയുള്ള ജീവിതമാണ്. അതുകൊണ്ട് ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച് ഓവർ തിങ്ക് ചെയ്ത് നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരുത്തി വെക്കാതിരിക്കുക. പകരം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഫിനാൻഷ്യൽ സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളുടേതായിട്ടുള്ള സൗഹൃദങ്ങളെ ചേർത്ത് പിടിക്കുക. നിങ്ങളുടെ റിലേറ്റീവ്സിനെ ചേർത്ത് പിടിക്കുക. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന, നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളെ ഒഴിവാക്കാണ്ട് ചേർത്ത് പിടിക്കുക. കാരണം ഇതുപോലെയുള്ള പരിഗണന തരാത്ത ആളുകളെ അവർ ഒരിക്കലും നമ്മൾ വീഴുമ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കില്ല. അതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള സമ്പർക്കം, കോണ്ടാക്റ്റ് ഒക്കെ നിലനിർത്തണം. നമ്മൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ബാക്കിയുള്ളവരുടെ അടുത്തുള്ള കോണ്ടാക്റ്റ് ഒക്കെ ഒരുപക്ഷെ നിർത്തിയിട്ടുണ്ടാവും. അതൊന്നും ചെയ്യാതിരിക്കുക. എപ്പോഴും നമുക്ക് വേണ്ടത് നമ്മളെ സ്നേഹിക്കുന്ന ആളുകളെയാണ്, നമ്മളെ പരിഗണിക്കുന്ന ആളുകളെയാണ്, നമ്മുടെ വാല്യൂ മനസ്സിലാക്കുന്ന ആളുകളെയാണ്. അങ്ങനെയുള്ള ആളുകളെ ചേർത്ത് പിടിക്കുക. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇതുപോലെയുള്ള സങ്കടങ്ങൾ തരുന്ന ആളുകളെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. നമ്മളെപ്പോഴും നല്ല ഹാപ്പി ആയിട്ടുള്ള സോളായിട്ടിരിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ഓരോ സ്റ്റെപ്പും നിങ്ങൾ എടുക്കുക. അതേപോലെ മൈൻഡിന് ഒരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ടും മൈൻഡ് ഒന്ന് റീവയർ ആവാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡെയിലി ഒരു 1/4 മണിക്കൂറെങ്കിലും മെഡിറ്റേഷനിൽ ഇരിക്കുക. ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് റിലാക്സ് ചെയ്ത് രാവിലെ എണീറ്റ ഉടനെ ഫ്രഷ് ആയതിനു ശേഷം 15 മിനിറ്റ് റിലാക്സ് ചെയ്തിരിക്കുക. കാരണം ആ സമയത്ത് നമ്മളുടെ മൈൻഡ് ഒരുപാട് കാമാവാനും അതേപോലെ നമ്മുടെ ഈ ഓവർ തിങ്കിങ് പോലുള്ള ഇഷ്യൂസ് മാറ്റാനും ഫോക്കസ് കിട്ടാനൊക്കെ ഈ ഒരു 15 മിനിറ്റ് മെഡിറ്റേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ടൈമർ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ തുടങ്ങും. ഈ മാറ്റം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളിലേക്കുള്ള വഴികൾ തെളിഞ്ഞു വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ ഇതുപോലെ അനുഭവിക്കുന്ന ആളുകൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും ചെയ്യുക.